ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന അഭയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അമലിനോട് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ്. മാത്രമല്ല, ആരും ഇതുവരെ എത്തിയിട്ടില്ല, അമ്മ പോലും വന്നില്ല, അച്ഛനെ ജീവനോടെ കാണണമെന്ന് പോലും അമ്മയ്ക്കില്ല. അച്ഛൻ ഇതിനു മാത്രം വെറുക്കാൻ എന്ത് പാപമാണ്, എന്താണ് അച്ഛൻ എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നും അല്ലെങ്കിൽ 30 വർഷം ഒരുമിച്ച് ജീവിച്ചതല്ലേ, നല്ല ഓർമ്മകൾ ഒന്നുപോലും അമ്മയുടെ മനസ്സിലില്ലാഞ്ഞിട്ടാണോ അമ്മ അച്ഛനെ ഇത്രയധികം വെറുക്കുന്നത്? അപ്പോൾ അമൽ സങ്കടത്തോടു കൂടി പറയാണ്, കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, നമ്മൾ അച്ഛനെ സ്നേഹിക്കുന്നവർ മാത്രം മതി ഇവിടെ, അച്ഛനെ വെറുക്കുന്നവർ എന്തിനാ അച്ഛൻ്റെ അടുത്ത്? അപ്പോൾ നമ്മുടെ ശരൺ ചോദിച്ചു, അതെ നമ്മൾ ആ മറുപടി എന്തൊക്കെ പറയും, നാട്ടുകാരൊക്കെ ചോദിക്കില്ലേ എന്താ സംഭവിക്കുന്നതെന്ന്? അകത്ത് കിടക്കുന്നത് ഒരു സാധാരണക്കാരനല്ലല്ലോ, സൂര്യപ്രഭ ഓർഗനൈസേഷൻ്റെ MD അല്ലേ, ഈ വാർത്തയൊക്കെ പുറലോകം അറിയില്ലേ? അവരെന്തൊക്കെ പറഞ്ഞ് പരത്തുന്നറിയാവോ? ജാനകിയാണെ ആകെ സങ്കടത്തോടു കൂടി പറയാണ്, അച്ഛൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു, അച്ഛനില്ലാതായാൽ ഞങ്ങളില്ല, ആ വീട്ടിൽ ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് ആകെ അച്ഛൻ മാത്രമാണ്, അച്ഛനെന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ വിളിച്ച ആളാണ് അകത്ത് ചലനമില്ലാതെ കിടക്കുന്നത് എന്നും പറഞ്ഞ് ജാനകി കരച്ചിൽ. അമൃത വന്ന് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും ഹണി റോസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അജയോട് സംസാരിക്കുകയാണ്. അജയ്, നിന്നെ വിറ്റ കാശ് നിന്റെ അച്ഛൻ്റെ കയ്യിലുണ്ട്, നീ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തന്നത്? മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കും, നീ കാശെത്തിക്കും, എന്നിട്ട് ഒടുവിൽ എന്തായി? പാവനായി ശവമായി എന്ന് പറയുന്നത് പോലെയല്ലേ നിന്റെ കാര്യം? അയാൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്ന ഞാൻ അറിഞ്ഞോ? എൻ്റെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു. എസ്റ്റേറ്റ് വിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ബോധക്കേട് വന്നു, ഇപ്പം ഹോസ്പിറ്റലിൽ. അപ്പം നിരഞ്ജൻ ഇതൊക്കെ കേട്ടുകൊണ്ട് വരും കേട്ടോ. ഹണി റോസ് പറഞ്ഞു, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, നമുക്കതിൻ്റെ ആവശ്യവുമില്ല, പണത്തിന് പണം വേണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മണിയെക്കുറിച്ച് സൈമൺ ഇച്ചായനറിയാം, ഇച്ചായൻ്റെ സ്വഭാവം അറിയാമല്ലോ അല്ലേ? ഞാൻ ഒരു പരുവത്തിലാണ് ഒതുക്കി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ റിലേഷൻ മരിക്ക് തീരെ രസിക്കുന്നില്ല. അപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഹോസ്പിറ്റലിൽ വിട്ട് വരാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നാവെടുത്തില്ല. നമ്മുടെ അജയ് കാണുകയാണ് നിരഞ്ജന പുറകിൽ നിന്നില്ല ഇതെല്ലാം കേൾക്കുന്നത്. നിരഞ്ജന നമ്മുടെ അജയ് ഒന്ന് ഞെട്ടിട്ടോ. ഹലോ അജയ്, ഹലോ, ഫോൺ വെക്കരുത്, ഫോൺ കട്ട് ചെയ്യുന്ന അത്ര നല്ല പരിപാടി അല്ല കേട്ടോ എന്നൊക്കെ ഹണി ഇങ്ങനെ പറയാം. അപ്പോഴേക്ക് അജയ് പറഞ്ഞു, ഞാൻ അല്പം തിരക്കില്ല, ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കുകയാണ്. എന്തായാലും ഒരു പെണ്ണാണ് മറുതലക്കിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായി നമ്മുടെ നിരഞ്ജനയ്ക്ക്. ആരാ അജയ് ആ സ്ത്രീ? ഇത്ര അധികാരത്തോടെ സംസാരിക്കാൻ അവൾ ആരാ അജയ്? അതെൻ്റെ ഒരു ക്ലയൻറ്റാണ്, കേസിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. ഓ, ക്ലയൻറ്റിനോടാണോ ഹോസ്പിറ്റലിൽ നടക്കുന്ന അച്ഛനെക്കുറിച്ച് അയാളെന്നൊക്കെ പറയുന്നത്? അത് ക്ലയൻറ്റിൻ്റെ അച്ഛനാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അതെ അജയ്, മനുഷ്യബന്ധങ്ങൾക്ക് അജയ് ഇത്ര വിലയെ കൽപ്പിക്കുന്നുള്ളോ? വെറും സ്വത്ത് മാത്രമാണോ ഈ ബന്ധത്തിൻ്റെ മാനദണ്ഡം? അപ്പോൾ എന്താണ് ഇവിടെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാതെ നിരഞ്ജന സംസാരിക്കരുത്. ഈ കുടുംബത്തിലെ അസ്വസ്ഥതകൾക്ക് കാരണം സ്വത്ത് മാത്രമല്ല, ചതിയും വഞ്ചനയും. അച്ഛനാവട്ടെ അമ്മയാവട്ടെ മക്കൾ വേർതിരിച്ച് കാണുമ്പോൾ ഈ ബന്ധങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എന്തിനാണ് അച്ഛനിൽ നിന്ന് അമ്മ ഒരുപാട് ദൂരം അകന്നു നിൽക്കുന്നത്? നീ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അതുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു, അജയ് അഭിയേട്ടനെ അല്ല പഴിചാരേണ്ടത്. അജയ്ക്ക് സ്ഥാനം കിട്ടാത്തത് അജയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. സ്നേഹമായാലും മറ്റെന്തായാലും കൊടുത്താലേ തിരിച്ചു കിട്ടുമെന്ന് അജയ്ക്ക് മനസ്സിലാകാതെ പോയി. അതുകൊണ്ടാണ്. അച്ഛനതറിയാമായിരുന്നു. അഭിയേട്ടനും ജാനിയടത്തിയും മറ്റുള്ളവരെ സ്നേഹിച്ചത് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. അഭിയേട്ടന് സ്വാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അപർണ ഈ വീട്ടിലെത്തില്ലായിരുന്നു. എന്തായാലും എനിക്കൊരു കാര്യം വ്യക്തമായി, അജയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, എന്നെപ്പോലും അജയ് സ്നേഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന അങ്ങ് പോവാണ്. എന്തായാലും ഇവളിത് കേട്ടോ ആകെ പെട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ് അജയ്. എന്തായാലും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹണി റോസിന് ദേഷ്യം വന്നു കേട്ടോ. കയ്യിലുണ്ടായിരുന്ന പേപ്പറൊക്കെ വലിച്ചെറിയുകയാണ്. അപ്പോൾ ഹണി റോസിൻ്റെ കൂടെ വേറെ ഒരു സ്ത്രീയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുക, റോസ് ഇനി ഈ പറയുന്ന ദേഷ്യമൊക്കെ ഈ പേപ്പറിനോട് തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ? അജയ് ആള് വില്ലനാ, വലിയ സാമ്പത്തിക ബാധ്യതയിൽ ചെന്ന് പെടും. അജയ്ക്ക് ഒരു നഷ്ടവുമില്ല. ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റിയ സമയമാണ്. ഇനിയെങ്കിലും ഇച്ഛാശക്തി കാണിക്കുക. അപ്പോൾ അജയ്ക്ക് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് വാക്ക് തന്നത്? അജയ്ക്ക് ആത്മവിശ്വാസം ഉണ്ട്. അജയ് ലക്ഷ്യം വെച്ചത് നടക്കാതെ പോയത് അവൻ്റെ കുറ്റമല്ല എന്ന് ഞാൻ പറഞ്ഞോ? അതെ, അജയ് ചതിക്കുന്നു തന്നെ ഇപ്പം മരിയ പറഞ്ഞത്. അജയ്ക്ക് മരിയയ്ക്ക് പല കാരണങ്ങളാൽ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു കാരണം കൂടി ആയി, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് അജയെ സംരക്ഷിച്ചുകൊണ്ട് ഹണി റോസ് മരിയയ്ക്ക് മുമ്പിൽ സംസാരിക്കുക.
അപ്പോൾ മരിയ പറഞ്ഞു, വരും വരായികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ഒരു ഭ്രമത്തിൻ്റെ പേരിൽ ഒരാൾ എടുത്തു ചാടിയാൽ അനുഭവം കൊണ്ട് പഠിക്കും. ഇവിടെ അതല്ല സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു തുകയാണ്, തിരിച്ചു പിടിക്കാൻ പോയാൽ പറ്റില്ല. റോസ് മറുപടി കൊടുക്കേണ്ടത് സൈമണിച്ചായനോടാ. അതിന് മരിയയുടെ കാര്യം നോക്ക്. മരിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇച്ചായനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. അപ്പം ഒരു ഫ്രണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ റോസിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് റോസ് മറക്കരുത്. ഇനി ഈ ഒളിച്ചുകളി നിർത്തി അജയുടെ ബന്ധങ്ങൾ അഴിച്ചുമാറ്റി കൂടെ കൊണ്ടുവരണം. എത്ര നാളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പാണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്? പകരം അവനെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് റോസിന് കഴിയോ? അവനെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് വാ. എന്നാൽ മാത്രം ഇനി സംസാരിച്ചാൽ മതി. അതിന് പറ്റില്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത് വിട്ടുകളയാനായിട്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും ഹണി റോസ് ആകെ പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭാവതി ആ വലിഞ്ഞു കയറ്റിയ മോന്തയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സൂര്യനാരായണയുടെ കലിപ്പുമായിട്ട് റൂമിൽ. നിരഞ്ജന വന്നിട്ട്, അമ്മ ഇതുവരെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ലേ? അമ്മ റെഡിയായിട്ടില്ലേ? എന്തിന്? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ? പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് അസുഖമൊന്നുമില്ല. അപ്പം അച്ഛനെ കാണാൻ പോണ്ടേ? നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കണം, മറ്റുള്ളവരെ കൂട്ടുപിടിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ആരും ഭരിക്കാൻ വരണ്ട. അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു, ഭരിക്കാൻ വന്നതാണോ? അച്ഛനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അജയ് പോലും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഹോസ്പിറ്റലിലേക്ക് പോയേനെ. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ അമ്മേ? അച്ഛൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ? ഇനി എന്തിനാണ് അച്ഛന് നേരെ മുഖം തിരിക്കുന്നത്? അതെ, ഞാൻ ആരുടെ നേർക്ക് മുഖം തിരിക്കുന്നില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനും വേദനയ്ക്കും കാരണം നിൻ്റെ അച്ഛൻ തന്നെയാ. അപ്പോൾ അമ്മ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. അച്ഛൻ്റെ ആരോഗ്യനില വളരെ മോശം. അച്ഛൻ ഐസിയുവിലാണ്. അമ്മ ആവശ്യപ്പെട്ടതെല്ലാം അച്ഛൻ തന്നില്ലേ, അംഗീകരിച്ച് തന്നില്ലേ? നമുക്കൊന്ന് പോയി അച്ഛനെ കാണാം. അപ്പോഴേക്കും എനിക്കും അച്ചാച്ചനെ കാണണം ചെറിയമ്മേ എന്നെ അച്ചാച്ചനെ കൊണ്ടുപോകാവോ? അച്ചാച്ചൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാവോ? പൊന്നു വരുന്നുണ്ട്. പൊന്നു ഇപ്പോൾ വന്നാൽ ശരിയാവത്തില്ല. പോയാൽ ചിലപ്പോൾ അച്ചാച്ചനെ കാണാൻ പറ്റില്ല. അച്ചാച്ചൻ ഐസിയുലാണ് ഉള്ളത്. അപ്പോൾ ചെറിയമ്മ അച്ചാച്ചനെ കാണാൻ പോവല്ലേ? അച്ഛമ്മയെ കാണാൻ വേണ്ടി വിളിക്കുന്നത് ചെറിയമ്മ. അപ്പോൾ കാണാൻ പറ്റുമോ? ഞാനും വരും, എന്നെ കൊണ്ടുപോകണം, എനിക്കും അച്ചാച്ചനെ കാണണം എന്നും പറഞ്ഞ് കൊച്ച് ഭയങ്കര നിർബന്ധം. പൊന്നു പറയുന്നത് അനുസരിക്കുക, മോള് ലച്ചു ചെറിയമ്മയുടെ കൂടെ ഇവിടെ നിൽക്കുക. ഞാനും വരും, പൊന്നുനെ കൊണ്ടുപോയി ചെറിയമ്മേ എന്നും പറഞ്ഞ് കൊച്ച് വഴക്ക്. അമ്മ ഡ്രസ്സ് ചെയ്ത് വാ, നമുക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വരാം. പൊന്നു നേരത്തേനും ചെന്നിട്ട് അച്ചമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, പൊന്നുനെയും കൊണ്ടുപോകണം അച്ചമ്മേ, പൊന്നുവിനെ അച്ചാച്ചനെ ഒന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞ് ഈ സ്ത്രീയുടെ കയ്യിലേക്ക് പിടിച്ചതും പോക്കോണോ അവിടെ നിന്ന് എന്നും പറഞ്ഞ് കൈ എടുത്താൽ വലിച്ചെറിയാണ് ആ കൊച്ചിൻ്റെ. ഞാൻ എങ്ങോട്ടുമില്ല. പോകാനല്ലേ നീ എന്നോട് പറഞ്ഞത്? ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. മുറി നിൽക്കുമോ? ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാവതി ഒച്ച എടുക്കുക കേട്ടോ. നിരഞ്ജന പേടിച്ചു പോയി. അമ്മ എന്താ ഇത്? അവൾ കൊച്ചു കുഞ്ഞല്ലേ, പൊന്നുവിനോട് അങ്ങനെയൊന്നും പറയരുത്, കഷ്ടമായിപ്പോയി. അച്ചാച്ചനെ കാണണമെന്നുള്ള ആഗ്രഹമല്ലേ പൊന്നു പറഞ്ഞത്? രാവിലെ തുടങ്ങി ഇവിടെയുള്ളൊരു സംസാരം കേട്ട് അച്ചാച്ചൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നുള്ള തോന്നല പൊന്നൂന്. അമ്മയുടെ ദേഷ്യം എന്തിനാ പൊന്നൂനോട് കാണിച്ചത്? ഞാൻ എൻ്റെ ദേഷ്യം ആരോടും പ്രകടിപ്പിച്ചതല്ല. എനിക്കിപ്പോൾ വേണ്ടത് ഇച്ചിരി സ്വസ്ഥതയാ. അത് മുറിയിലിരുന്നാലും തരില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും ഞാൻ? അച്ഛനെയും കാണാൻ തിടുക്കമുള്ളവരെ ഇറങ്ങിപ്പൊക്കോണം, അല്ലാതെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. നിരഞ്ജന എന്തായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി. പൊന്നു ആകെ സങ്കടത്തിൽ കരയാണ് കേട്ടോ. അപ്പോൾ ലച്ചു മുറിയിലേക്ക് വന്നിട്ട്, എന്താ പൊന്നു, എന്താ പറ്റിയേ? പൊന്നു ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഒരു കാര്യമില്ലാതെ തനിച്ച് വന്നതിന് കരയണേ എന്തിനാ? എന്താ സംഭവിച്ചേ? എനിക്ക് എൻ്റെ അച്ഛനോട് സംസാരിക്കണം എന്നിങ്ങനെ പറയാട്ടോ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലല്ലേ, എനിക്ക് എൻ്റെ അച്ഛനോട് സംസാരിക്കണം എന്ന് കൊച്ചു പറഞ്ഞപ്പോഴേക്ക് അഭിയെ ഫോൺ ചെയ്ത് കൊടുക്കുകയാണ് ലച്ചു. എന്താ ലച്ചു? അത് പൊന്നൂല് അച്ഛനോട് സംസാരിക്കണമെന്ന്. നീ അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. അങ്ങനെ പൊന്നു സംസാരിക്കുക കേട്ടോ. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് കൊച്ചാകെ സങ്കടത്തിലാണ് പറയുന്നത്. മോള് നല്ല കുട്ടിയല്ലേ, അച്ഛനും അമ്മമ്മയ്ക്കും അച്ചാച്ചനെ വിട്ട് വരാൻ പറ്റില്ല എന്നറിയാലോ. പൊന്നൂന് അച്ഛമ്മ വഴക്ക് പറഞ്ഞു, റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാനും പറഞ്ഞു. പൊന്നൂന് സങ്കടമായി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് പറയുക കേട്ടോ. അപ്പോൾ അച്ചച്ച ഹോസ്പിറ്റലായപ്പോൾ അച്ഛമ്മ വിഷമിച്ചിരിക്കുകയല്ലേ. പൊന്നു അവിടെ ചെന്ന് ഒച്ചയും ബഹളം വെച്ചോ? അച്ചാച്ചനെ കാണാൻ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് അച്ഛമ്മ ദേഷ്യപ്പെട്ടത്. അച്ചാച്ചൻ ഉടനെ അങ്ങോട്ടേക്ക് വരും മോൾ ഇനി അച്ഛമ്മയെ ശല്യപ്പെടുത്താൻ പോകണ്ട കേട്ടോ. അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അപ്പോഴേക്കും അഭിയേട്ട ഫോണൊന്ന് തരാൻ പറഞ്ഞ് ജാനകിയുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ ഫോണ്. പൊന്നൂനോട് അമ്മ പ്രത്യേകം പറഞ്ഞതല്ലേ ആരുടെ റൂമിൽ പോവണ്ടെന്ന്. അമ്മ പറഞ്ഞത് കേൾക്കാതെ നീ റൂമിൽ പോയിട്ടല്ലേ വഴക്ക് കേട്ടത്? അച്ചച്ചനെ കാണാൻ പോകാമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ വന്നാലേ അച്ചച്ചനെ കാണാൻ പറ്റില്ല. മോള് ലച്ചു ചെറിയമ്മയുടെ കൂടെ നിന്നാൽ മതി.
വേണ്ട, പൊന്നൂന് ആർക്ക് സംസാരിക്കണ്ട, പൊന്നൂനോട് ആര് സംസാരിക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു ഫോൺ ലച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. ലച്ചു പറഞ്ഞു അവൾ പിണങ്ങി, അവളെ ആരുടെ മുറിയിലേക്ക് വിടണ്ട കേട്ടോ, ഒന്ന് നോക്കിയേരെ, മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവളെ നിർത്തി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏട്ടത്തി വെച്ചോളാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ്. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ചായ സ്നാക്സൊക്കെ ആയിട്ട് സക്കീർ ഹുസൈൻ വക്കീൽ വരിക കേട്ടോ. ഞാൻ മേടിക്കുമായിരുന്നല്ലോ എന്ന് അഭി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിക്കാതെ രണ്ടുപേരും ഈ ഇരിപ്പിരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം, കൂട്ടിരിക്കാനേ ആരോഗ്യമെങ്കിലും വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. ഈ നേരമായിട്ടും ഡോക്ടർ ഒന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല, ടെൻഷൻ കൊണ്ട് എനിക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ സൂര്യ സാറിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് സക്കീർ ഹുസൈൻ ഇങ്ങനെ ചോദിക്കുക. മൂന്നാറിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ ഒരു ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് അച്ഛൻ തകർന്നു പോയത്, മനസ്സ് തകർന്നത് എന്ന് നമ്മുടെ ജാനകി പറയാം. ഭാര്യയിൽ നിന്നും ഇങ്ങനെ ഒരു കടന്നാക്രമണം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഭാര്യ ആ ഒരു രീതിയിലായിരുന്നല്ലോ, ഇപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് പേടിച്ചു പോയി കാണും, മനസ്സ് വിട്ടു പോയി കാണും. എന്തായാലും എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ചാരി നിൽക്കുന്ന മരം നഷ്ടപ്പെട്ടു പോയാൽ വീണു പോവില്ലേ, വീണു പോവുക തന്നെ ചെയ്യും എന്ന് സക്കീർ ഹുസൈൻ പറയാണ്. മൂന്നാറിലെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ എഴുതി വെക്കുമ്പോൾ വൈഫിന് പറയണ്ടേ എന്ന് ഞാൻ പലവട്ടം ചോദിച്ചതാണ് സൂര്യ സാറിനോട്. എൻ്റെ മനസ്സ് തന്നെയാണോ അവളുടേത് എന്ന് മറുപടിയാണ് എനിക്ക് തന്നത്. എപ്പോഴെങ്കിലും അമ്മയോടത് പറഞ്ഞ് മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സൂര്യ സാറിൻ്റെ മനസ്സ് തിരിച്ചറിയാൻ വൈകിപ്പോയി, അവർ സൂര്യ സാറിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സക്കീർ ഹുസൈൻ. അവൻ എന്തായാലും നല്ല ദേഷ്യത്തിൽ അമ്മയെന്നും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും അപർണ വന്ന് കളിയാക്കിയിട്ട് എന്താ ബിസിനസ് ടൂറിന് പോയ ആള് ഭദ്രകാളി രൂപത്തിൽ വന്ന് അമ്മേ 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 എന്ന് വിളിക്കുന്നേ, അമ്മ എവിടെ, അമ്മയെ വിളിക്കുക, ഇതെന്താടോ ബാധ കയറിയതുപോലെ, അമ്മയെ കാണാൻ ഒരു കൊച്ചു കുട്ടി കിടന്ന് ഇവിടെ ഒച്ച വെക്കുന്ന കണ്ടു കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ കളിയാക്കുകയാണ്. അപ്പോഴേക്കും പ്രഭാവതി ഇറങ്ങി വരിക ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട്. അമ്മേ ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചത്, നിനക്കെന്താ അറിയേണ്ടതെന്ന് പറ, ഞാൻ പറഞ്ഞു തരാം. അമ്മ അച്ഛനോട് സ്വത്ത് ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു അതിലെന്താ എത്ര ചോദ്യം ചെയ്യാൻ സംഭവം ഉള്ളത്? അതെ, വീണ്ടും മക്കൾ തമ്മിൽ അടിക്കാതെ ഉള്ള സ്വത്ത് പങ്കുവെച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്തേ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് ഈ നേരം വരെ അമ്മ അന്വേഷിച്ചോ? ഞാൻ സ്വത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നിൻ്റെ അച്ഛന് ബോധക്ഷയം ഉണ്ടാകാൻ നോക്കിയത് എന്നൊന്നും പറയണ്ട. എൻ്റെയും കൂടെ സ്വത്തല്ലേ ഷെയർ ചെയ്യാൻ പറഞ്ഞത്, എന്നിട്ട് എനിക്ക് ബോധക്കേടൊന്നും വന്നില്ലല്ലോ. ഇത്രയൊക്കെ ആയിട്ടോ അമ്മയ്ക്ക് മനസ്സലിഞ്ഞില്ലേ? അജേട്ടിന് വേണ്ടിയിട്ടല്ലേ അമ്മ അച്ഛന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നത്, അച്ഛനെ മറന്ന് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം പ്രഭാവതി പറഞ്ഞു, ആരെങ്കിലും പ്രേരിപ്പിച്ചു എന്ന് കരുതി ഒന്നും ചെയ്യുന്നവളല്ല ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് നിൻ്റെ അച്ഛനെ അറിയിച്ചത്. മക്കൾക്ക് ഓരോ കുടുംബമായി കഴിഞ്ഞു, നല്ല സമയത്ത് അവർക്ക് അർഹതപ്പെട്ടത് വിട്ടുകൊടുക്കണം. അഭിയേട്ടന് വീണ്ടും സ്വത്തെഴുതി കൊടുത്താലോ എന്നുള്ള പേടിയല്ല ഈ തീരുമാനത്തിന് പിന്നിൽ. ഞങ്ങളുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരെ കണ്ട് പഠിക്കണമെന്ന് അഭിമാനത്തോട് പറഞ്ഞു നടന്ന ആളാണ് ഞാൻ. ഇതുപോലെ 2 ദമ്പതികൾ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചു. എല്ലാം പണത്തെ മാത്രം ആശ്രയിച്ചാണ് എന്നും വിശ്വസിക്കാനും മനസ്സിലാക്കാനും എനിക്ക് പറ്റാതെ പോയി. സ്വത്തിൻ്റെ പേരിൽ അച്ഛനെ തള്ളിപ്പറയാൻ എനിക്ക് എങ്ങനെ മനസ്സ് വന്നു അമ്മയ്ക്ക്? ഇതാണോ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന സൂര്യപ്രഭ? സ്വത്തോ? എന്ത് സ്വത്ത്? ബിസിനസ്സിലൊരു പാളിച്ച വന്നാലേ ഒഴിച്ചു പോകാനുള്ളതേ ഉള്ളൂ ഈ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ. നിൻ്റെ അച്ഛൻ എൻ്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചത്, എൻ്റെ മാതൃത്വത്തെ അവഹേളിച്ചു. എല്ലാം ക്ഷമിച്ചു കളയാൻ മറ്റുള്ളവർക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ വഞ്ചിക്കപ്പെട്ട എനിക്ക് അതിന് കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാവതി ഉറഞ്ഞു തുള്ളുക. ഹോസ്പിറ്റലിൽ കുറച്ച് ചെന്ന് കിടന്നു എന്ന് കരുതി ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറത്തില്ല. ബോധക്കേട് അഭിനയിച്ച് കിടക്കുന്ന നിൻ്റെ അച്ഛനോട് എന്ന് പറഞ്ഞേരെ പ്രഭാവതി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരി ഉറഞ്ഞു തുള്ളി കയറിപ്പോവുക. അപ്പോൾ അപർണ പറഞ്ഞു, അമ്മ ഈ കാണിക്കുന്നത് പിടിവാശിയാണ്, സ്വത്ത് പാർട്ടീഷൻ ചെയ്യാൻ എന്തായാലും അമല് കൂട്ട് നിൽക്കരുത്. ഈ പറച്ചിൽ എന്ത് ആത്മാർത്ഥതയാടി നിനക്കുള്ളത്? ചോര മണത്ത് നടക്കുന്ന ചെന്നായുടെ മനസ്സുള്ളവല്ലല്ലേ നീയാ? സപ്പോർട്ടിന് വന്നിരിക്കുന്നവള്. നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായോ? ആരും നിൻ്റെ അമ്മയ്ക്കും ഏട്ടനും മനസ്സ് വരട്ടെ, എന്നിട്ടല്ലേ ഉള്ളൂ വന്ന് കയറിയവൾ എന്നും പറഞ്ഞുകൊണ്ട് അപർണ കയറിപ്പോവുക. നമ്മുടെ ലച്ചു ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കുമായിരുന്നു. പക്ഷേ അപർണ വന്നത് തടയുകയാണ് കേട്ടോ. ലച്ചു ആണെങ്കിൽ അന്തം വിട്ടുപോയി. എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ഡോക്ടർ ഒരു വാർത്ത പറയുന്നുണ്ട്, ഇനി ഒരിക്കലും സൂര്യനാരായണന് ബെഡിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് സാധിക്കില്ല എന്ന്. ഇതറിഞ്ഞിട്ട് പോലും പ്രഭാവതിക്ക് ഒരു മനമാറ്റവും ഇല്ല, അതും അയാളുടെ അഭിനയമാണെന്നാണ് പറയുന്നത്. എന്തായാലും പ്രഭാവതിയെ വലിച്ചു കീറേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. സിയോഗി, താങ്ക് യു.